മൂന്നാഴ്ചയ്ക്കുള്ളിൽ 2 മാസം നീണ്ടു നിൽക്കുന്ന വേനലവധിക്കാലം ആരംഭിക്കുകയാണ്. തലമുറകൾക്ക് വേദപുസ്തകാധിഷ്ഠിതവും ആധ്യാത്മികവുമായ ദിശാബോധം നൽകേണ്ടതിന് കേരളത്തിലെ എല്ലാ രൂപതകളിലും വിശ്വാസോത്സവം, ഉത്ഥാനോത്സവം, ഗ്രേസ് ഫെസ്റ്റ്, ഇന്റൻസീവ് കാറ്റഗിസം അങ്ങനെ പല പേരുകളിലായി വെക്കേഷൻ പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുക പതിവാണല്ലോ. മികച്ച ആസൂത്രണത്തോടെ നല്ല രീതിയിൽ നടപ്പിലാക്കിയാൽ വളരെ പ്രയോജനപ്രദവും സന്തോഷകരവുമായ വേളകളായി ഇത്തരം അവധിക്കാല പ്രോഗ്രാമുകളെ സഭയ്ക്ക് മാറ്റിയെടുക്കാൻ കഴിയും. എന്നാൽ ഏതാനും വർഷങ്ങളായി ചില രൂപതകളിലെങ്കിലും ഉദ്ദേശശുദ്ധിയും ഉള്ളടക്കവുമൊക്കെ നഷ്ടപ്പെട്ട് കേവലം ഉപരിപ്ലവമായ അനുഷ്ഠാനങ്ങൾ പോലെയായി ഈ പ്രോഗ്രാമുകൾ മാറിയിട്ടുണ്ട് എന്ന് പറയാതെ വയ്യ. കോവിഡിന് ശേഷം ആന്തരികവും ബാഹ്യവുമായ പലതരം പ്രതിസന്ധികളിലൂടെ കടന്നുപോകുന്ന സഭയ്ക്ക് ആത്മീയ മൂല്യങ്ങളും ലക്ഷ്യബോധവുമുള്ള പുതിയ തലമുറകളെ വാർത്തെടുക്കേണ്ടത് കാലഘട്ടത്തിന്റെ അനിവാര്യത തന്നെയാണ്. അതിന് അവർക്ക് വേണ്ട വിശ്വാസ സംബന്ധവും അല്ലാത്തതുമായ കാര്യങ്ങൾ അഭിവന്യ പിതാക്കന്മാരും വൈദികരും മാതാപിതാക്കന്മാരും കൂട്ടായി ആലോചിച്ച് ഈ അവധിക്കാലത്ത് നൽകാൻ ശ്രമിക്കണം. 2 വർഷത്തിനു ശേഷം തടസ്സങ്ങളൊന്നുമില്ലാതെ എല്ലാവർക്കും ഒത്തുകൂടുവാൻ കഴിയുന്ന ഈ വർഷം അത്തരം പ്രോഗ്രാമുകൾ വഴി കുട്ടികളെ കൂടുതൽ സഭയോട് ചേർത്ത് പിടിച്ചു നിർത്താൻ കഴിയും. സഭയുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങളിൽ ഒന്ന് തന്നെയാണ് കുട്ടികളുടെയും യുവജനങ്ങളുടെയും ആത്മീയ പരിപോഷണം. ഓരോ കുട്ടികൾക്കും വ്യക്തിപരമായ പ്രാധാന്യം കൊടുത്ത് അവരുടെ സാധ്യതകളും ശക്തി ദൗർബല്യങ്ങളും തിരിച്ചറിഞ്ഞ് സഭയുടെ വിവിധ പ്രവർത്തന മേഖലകളിലും സാമൂഹ്യ പ്രവർത്തന രംഗത്തും ഗുണപരമായ മാതൃകകളായി മാറാൻ വേണ്ട പരിശീലനം നൽകാൻ ഈ അവധിക്കാലത്ത് സഭ മുന്നിട്ടിറങ്ങണം. സഭയുടെ വിവിധ യുവജന സംഘടനകളിലെ അംഗങ്ങളെ ഇതിന്റെ ഏകോപനം ഏൽപ്പിച്ച് വിശ്വാസ സമൂഹത്തിന്റെ വിശ്വാസം പിടിച്ചുപറ്റി ചെയ്യുമ്പോൾ ഇത്തരം കാര്യങ്ങൾ നടപ്പിലാക്കാൻ അവരുടെ കൂടെ ശക്തമായ പിന്തുണ ലഭിക്കുമെന്ന കാര്യം ഉറപ്പാണ്. എല്ലാറ്റിലും ഉപരി പ്രാർത്ഥനയ്ക്കും പ്രായോഗികമായ വിശ്വാസ പരിശീലനത്തിനും ബൈബിൾ പഠനങ്ങൾക്കും വേണം മുൻതൂക്കം കൊടുക്കുവാൻ. എങ്കിൽ മാത്രമേ ഈ അവധിക്കാലത്ത് വിശ്വാസ ജീവിതത്തിൽ കുട്ടികൾക്ക് വളർച്ചയും ആഴപ്പെടലും ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ കർത്താവ് ആഗ്രഹിക്കുന്ന വിധത്തിൽ സിനിഡാലിറ്റിയുടെ ഒരു അവസരമാക്കി കുട്ടികൾക്കുള്ള അവധിക്കാല പ്രോഗ്രാമിനെ മാറ്റിയെടുക്കാൻ വേണ്ട തയ്യാറെടുപ്പുകൾ നടത്താൻ രൂപത നേതൃത്വങ്ങൾക്ക് കഴിയട്ടെ. അതുവഴി ഈ അവധിക്കാലത്തെ ഓരോ ദിവസവും വ്യത്യസ്തമായ പരിപാടികളിലൂടെ ഇടവകകളിൽ വിശ്വാസ പ്രഘോഷണത്തിന്റെയും സുവിശേഷവൽക്കരണത്തിന്റെയും പരിപാടികൾ നിറഞ്ഞു നിൽക്കട്ടെ. അങ്ങനെ ഈ വേനൽക്കാല അവധി കേരള സഭയിൽ ഉണർവിന്റെ ഒരു കൊടുങ്കാറ്റ് ആഞ്ഞടിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.